ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയുടെ 50 ആണ്ട് എന്ന പേരിൽ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ്, അതിലെ മുഖ്യ അതിഥിയായി പ്രസംഗിക്കാനെത്തിയത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആയിരുന്നു. ആ സദസ്സിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് അതിൽ നിലവിളക്ക് കൊളുത്തിയാണ് ഗവർണർ ആ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതിനെതിരെ സെനറ്റ് ഹാളിന് പുറത്തും ചുറ്റുവട്ടത്തും SFI പ്രവർത്തകർ വൻ പ്രതിഷേധമൊരുക്കി. പോലീസ് ഇടപെട്ടു. ഗവർണർ SFIയുടെ പ്രതിഷേധത്തെ വളരെ നിശ്ചിതമായി വിമർശിച്ചു. തനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇപ്പോ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു, ഇത് കേരള സർക്കാരും പിണറായി സർക്കാരും സംഘാടകരും ഗവർണറും തമ്മിലുള്ള ഒത്തുകളിയല്ലേ ഇത്, ഇവിടെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടി, എന്നിട്ട് ഇപ്പൊ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്തിന് എന്ന് VD സതീശൻ ചോദിച്ചിരിക്കും. എന്താ കഥ? VD സതീശനെ പോലെ ഇത്രയും ഈ ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. എന്തു നുണയും പറയാൻ, എന്തിനേയും വളച്ചൊടിച്ച് പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ അധപ്പതിച്ചു പോയല്ലോ എന്നോർത്ത് നമ്മൾ ദുഃഖിക്കുക എന്നല്ലാണ്ട് വേറെ മാർഗമില്ല. അദ്ദേഹത്തിന് ഈ പടുകുഴിയിൽ നിന്നും എഴുന്നേറ്റ് വരാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സെനറ്റ് ഹാളിൽ ഒരു സംഘടന, സർക്കാർ സംഘടനയല്ല, സർക്കാർ അഫിലിയേറ്റഡ് തൊഴിലാളി സംഘടനയല്ല, സർക്കാർ സ്ഥാപനമല്ല, ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംഘടന, പേരുകൊണ്ട് കേട്ടിട്ട് അതിന് സംഘപരിവാറുമായിട്ടൊക്കെ ബന്ധമുണ്ടാവാം. അങ്ങനെ ഒരു സംഘടന അവരുടെ സ്വന്തം നിലയ്ക്ക് സെനറ്റ് ഹാള് ബുക്ക് ചെയ്തിട്ട് അതിന് വാടകയും കൊടുത്ത്, കാരണം സെനറ്റ് ഹാള് വാടകയ്ക്ക് കൊടുക്കാറുണ്ട് പരിപാടികൾക്ക്, അത് വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഒക്കെ കൊടുക്കാറുണ്ട്. അതൊരു വരുമാന മാർഗമാണ് സർവകലാശാലയ്ക്ക്. അങ്ങനെ വാടകയ്ക്ക് കൊടുത്തു. അവിടെ ഗവർണറെ മുഖ്യ അതിഥിയായി ക്ഷണിച്ച ഒരു പരിപാടി വെച്ചു. ഗവർണർ പറഞ്ഞു അവിടെ ഭാരതാംബയുടെ ചിത്രം സ്റ്റേജിൽ വെക്കണം. അത് വെച്ചു. അദ്ദേഹം പോയി നിലവിളക്ക് കൊളുത്തി, അതിൽ തൊഴുതു. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യം, രാജ്ഭവനിൽ അല്ലല്ലോ ചെയ്തത്. അതുകൊണ്ട് പക്ഷേ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ഒരു പൊതു ഓഡിറ്റോറിയം ആയതുകൊണ്ടും കേരള സർവകലാശാലയുടെ ആസ്ഥാനമായതുകൊണ്ടും ഒരു സ്വകാര്യ സംഘടനയ്ക്ക് അത് അങ്ങനെ കൊടുത്ത അധികാരികൾ അതിന് ഉത്തരവാദികളാണെന്നും അവർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നുവെന്നും ഉള്ളതുകൊണ്ട് SFI പ്രവർത്തകർ അതിനു മുന്നിൽ വൻ പ്രതിഷേധം ഉയർത്തി എന്നുള്ളത് യാഥാർത്ഥ്യം. അതിനെ അപലപിച്ചുകൊണ്ട് ഗവർണർ രംഗത്ത് വരികയും ചെയ്തു. ഇവിടെ എവിടെയാണ് പിണറായി സർക്കാരും ഗവർണറും സർവകലാശാലയും തമ്മിൽ ഗൂഢാലോചന നടത്തിയത് എന്ന് VD സതീശൻ ആരോപിക്കുന്നത്? എന്ത് അടിസ്ഥാനം ഇതിനൊക്കെ? പ്രതിഷേധിക്കേണ്ട വിഷയങ്ങളിൽ പ്രതിഷേധിക്കും. പൊതുസ്ഥലത്ത് നടക്കുന്ന ഒരു പരിപാടി, അത് സ്വകാര്യ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നതിൽ പോലും എങ്കിൽ പോലും അതിൽ പങ്കെടുക്കുന്നത് പൊതു പദവിയിലിരിക്കുന്ന കേരളത്തിന്റെ ഗവർണറാണ്. അദ്ദേഹം ആ പദവിയുടെ മാന്യത ഒരുപക്ഷെ അവിടെയും പാലിക്കേണ്ടതായിരുന്നു. അവിടെ ഒരു ഭാരതാംബയുടെ ചിത്രം വെക്കാൻ അദ്ദേഹം നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ സംഘാടകർ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട, ഓൾറെഡി വിവാദമായി, രാജ്ഭവനിൽ അത് വെച്ചത് വലിയ പ്രശ്നമായി എന്ന് പറഞ്ഞ് വിഷയത്തെ ലഘൂകരിക്കേണ്ട ഗവർണർ തന്നെ അതിന് തിരികൊളുത്തുന്ന, ആളിക്കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ സെനറ്റ് ഹാളിൽ അന്ന് കണ്ടതും പിന്നീട് ഗവർണറുടെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത്. ഇതിൽ സർക്കാരിന് എന്ത് പങ്ക്? സർക്കാർ അറിഞ്ഞിട്ടാണ് അവിടെ നടത്തിയത് അത്രേ. അതായത് യൂണിവേഴ്സിറ്റി അധികാരികൾ, വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ച് നടപ്പാക്കുമ്പോൾ അതെല്ലാം പിണറായി സർക്കാരിനെ വിളിച്ചറിയിക്കണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചറിയിച്ചിട്ട് നടത്തേണ്ട കാര്യമുണ്ട്. അത് യൂണിവേഴ്സിറ്റി തലത്തിൽ, ആ ഭരണതലത്തിൽ ഇരിക്കുന്നവർ തീരുമാനിക്കുന്ന വിഷയമാണ്. അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചു? ഈ പരിപാടി ഇങ്ങനെ നടത്തരുതെന്ന് സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടിട്ടും VC അംഗീകരിച്ചില്ല. വൈസ് ചാൻസലർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ സി കുന്നുമ്മലിനെ അവിടെ വെച്ചിരിക്കുന്ന ആരാണ്? അദ്ദേഹം സംഘപരിവാർ തൂവൽ പക്ഷിയാണല്ലോ. അദ്ദേഹത്തെ അവിടെ നിയമിച്ചതാരാണ്? ഇവിടുന്ന് സ്ഥാനമൊഴിഞ്ഞു പോയ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് വീതം വെപ്പ് നടത്തിയത് ആരായിരുന്നു? RSS നിന്നും BJP നിന്നും 3-4 പ്രതിനിധികളെ ഗവർണറുടെ നോമിനേഷൻ സെനറ്റിലേക്കും, അതിന് പരാതി പറയാതിരിക്കാൻ കോൺഗ്രസിൽ നിന്ന് 3 പേരെ, ലീഗിൽ നിന്ന് 2-3 പേരെ, അതിലൂടെ RSSകാരായ 3-4 പേരെ സെനറ്റ് നിയോഗിച്ചപ്പം മിണ്ടാതെ അതിന്റെ പങ്ക്
പിന്നെ പറ്റിയവരല്ലേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയും പ്രതിപക്ഷ നേതാവും? വീതം വെച്ചിട്ട് ഇപ്പൊ പരാതിയില്ല. ഇടതുപക്ഷക്കാരെ ആരെയും സെനറ്റിലേക്ക് ഗവർണർ നിയോഗിച്ചില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ 4 BJP RSSകാരെയും അല്ലെ സംഘപരിവാരകാരെയും 3 കോൺഗ്രസ്സുകാരെയും 2 3 ലീഗുകാരെയും നിയമിച്ചപ്പോൾ ആർക്കും പരാതിയില്ല. അപ്പകഷ്ണം കിട്ടിയപ്പോൾ അതിന്റെ മധുരം നുണഞ്ഞപ്പോ പരാതിയില്ല. ഇവിടെ എന്ത് ആദർശം, എന്ത് നിലപാട്? എന്നിട്ട് ഇപ്പൊ ഇതിനെ വളച്ചു തിരിച്ച് സർക്കാരിനെതിരെ തിരിക്കാൻ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഈ ശ്രമം, ഇതൊക്കെ എത്ര പരിഹാസ്യമാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഗവർണർ ഒരു സർക്കാരുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു മല്ലയുദ്ധത്തിന് തയ്യാറാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നോട്ടില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോവട്ടെ. ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലെ ജനങ്ങളും ഇവിടുത്തെ സർക്കാരും അവസാനം എങ്ങനെ കണ്ടു എന്നുള്ളത് ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഒന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് നല്ലത്. ഗവർണർ എന്ന നിലയിൽ ആ പദവിയിലിരിക്കുന്ന അദ്ദേഹത്തെ ഞങ്ങൾ മാനിക്കുന്നു, ആദരിക്കുന്നു. അദ്ദേഹത്തിന് തിരിച്ചും ഭരണപരമായി ബാധ്യതയായി കേരളത്തിലെ ഗവൺമെന്റിനോടും ഇവിടുത്തെ ജനങ്ങളോടുമൊക്കെ തിരിച്ചു ഒരു കമ്മിറ്റ്മെന്റ്, ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കേരള ഗവർണർ എന്ന നിലയിൽ പക്ഷപാതിത്വം പാടില്ല. ഈ സംഘപരിവാർ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കരുത്. രാജ്ഭവനെ ഒരു സംഘപരിവാർ ശാഖയായിട്ട് മാറ്റരുത്, RSS ശാഖയായിട്ട് മാറ്റരുത്. ഭരണഘടനാ പദവിയുടെ ഔന്നത്യം, അതിന്റെ ഡിഗ്നിറ്റി സൂക്ഷിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഗവർണറോട് പറയാനുള്ളത്. ഈ സെനറ്റ് ഹാളിലെ ഈ വിവാദം ഇങ്ങനെ ഉണ്ടാക്കേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നോ? അവിടെ SFI വന്നത് ഈ ചടങ്ങ് നടക്കുമ്പോഴല്ലേ. ഈ ചടങ്ങാരെ തീരുമാനിച്ചത്? സിൻഡിക്കേറ്റിനെ മറികടന്നുകൊണ്ട് VC തീരുമാനിച്ചു. അപ്പൊ VCയും BJPക്കാരനായ VCയും സംഘപരിവാർ VCയും അതുപോലെ ശ്രീരാമ സേവാ സമിതിയും ശ്രീ പത്മനാഭ സേവാ സമിതിയും ഗവർണറും രാജ്ഭവനും എല്ലാം കൂടി ഒത്തുകളിച്ച് നടത്തിയ പരിപാടിക്ക് പിണറായി സർക്കാരിന് എന്ത് പങ്ക്? അല്ലെ പിണറായി വിജയൻ എന്ത് പങ്ക്? കേരള സർക്കാരിന് എന്ത് പങ്ക്? ഒരു പങ്കുമില്ല. എന്നിട്ട് പങ്കുകൊണ്ട് സ്ഥാപിക്കാൻ BD സതീശൻ നടത്തുന്ന ഈ ശ്രമങ്ങളുണ്ടല്ലോ, അതിന് എന്ത് വിലയാണ്, ആരാണ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.